മുജാഹിദിൽ മറ്റേ കൂട്ടുപ്രാർത്ഥന ചെയ്യാൻ പാടില്ല എന്ന് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നുണ്ട്. അതിനൊരു തെളിവായിട്ട്, ചെറിയൊരു തെളിവായിട്ട് എൻ്റെ മനസ്സിൽ ഉത്ഭവിച്ചത് റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ. ഞങ്ങൾ പറഞ്ഞാൽ ഒന്നിൽ ഒരു കൂടുതൽ ആൾക്കാരാണ്. അപ്പോൾ റബ്ബന അത് അള്ളാഹിൻ്റെ അഞ്ചാമത്തെ നമസ്കാരത്തിനും നമ്മൾ പറയപ്പെടുന്ന ഒരു അള്ളാഹുവിനെ ഖബറിൽ നമുക്ക് ശാന്തമാക്കി തായോ, പരലോകത്തെ നമുക്ക് സൗഖ്യം തായോ. ഇതാണ് എൻ്റെ ഡീറ്റെയിൽ. അപ്പോൾ അത് ഖുർആനിൽ പല ഭാഗത്തും റബ്ബന ഇന്ന ആതൈന റബ്ബന ഇന്ന അൻഫുല്ലന പല ഭാഗങ്ങളിലും റബ്ബന എന്നുള്ള ചോദ്യം. അപ്പോൾ കൂട്ടുപ്രാർത്ഥന അല്ലെന്ന് ചോദിക്കല്ലേ? കൂട്ടുപ്രാർത്ഥനയ്ക്ക് ഉത്തരവാദില്ല. അല്ലെങ്കിൽ റബ്ബി എന്നല്ലേ പറയുള്ളൂ. നമ്മൾ റബ്ബനാണെന്നല്ലേ പറയുള്ളൂ. റബ്ബനാണ് കൂട്ടുപ്രാർത്ഥന. അല്ലെങ്കിൽ അതിന്റെ പുറമെ ചെയ്തിൽ ജുമയ്ക്ക് രണ്ടാമത്തെ കുത്തുപേര് എല്ലാം ദുആ ചെയ്യുന്നുണ്ടല്ലോ റബ്ബന എന്ന് പറഞ്ഞിട്ട്. ബാക്കിയുള്ള സ്ഥലത്തൊന്നും മുജാഹിദുകൾ ദുആ ചെയ്യുന്നില്ല. ജുമയുടെ രണ്ടാമത്തെ കുത്തുപേര് മാത്രമേ ദുആ ചെയ്യുന്നുള്ളൂ. ഇത് ഒരു ചോദ്യം മനസ്സിലായി. അപ്പൊ കൂട്ടുപ്രാർത്ഥന പാടില്ല എന്ന് മുജാഹിദുകൾ പറയുന്നു. എന്നാൽ ഖുർആനിൽ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന, റബ്ബന ഇന്നനാ സമീനാ മുനാദിയൻ തുടങ്ങി ഒരുപാട് പ്രാർത്ഥന ഖുർആനിലുണ്ടല്ലോ. ഖുതുബയിലും രണ്ടാം ഖുതുബയിൽ ദുആ ചെയ്യുന്നു. പിന്നെ എന്തുകൊണ്ട് പാടില്ല എന്ന് പറഞ്ഞു? സഹോദരൻ മനസ്സിലാക്കേണ്ടത്, മുജാഹിദ് പ്രസ്ഥാനം കൂട്ടുപ്രാർത്ഥന പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. എന്തുകൊണ്ട്? ഈ പറയപ്പെട്ടതൊക്കെ അതേ തെളിവാണ്. മുജാഹിദുകളുടെ പള്ളിയിലും വെള്ളിയാഴ്ച വന്നാൽ ഖുതുബയിൽ ഇതേപോലെ കൂട്ടുപ്രാർത്ഥന കാണാം. ഇനി അതിന് മുജാഹിദ് പള്ളിക്ക് വരണം എന്നില്ല. ഇവിടെ സ്വാഗതം പറഞ്ഞ ആൾ മുതൽ ഞാനടക്കം തുടങ്ങിയപ്പോൾ കൂട്ടുപ്രാർത്ഥന നടത്തിയിട്ടാണ് തുടങ്ങിയത്. എൻ്റെ സംസാരം ആരംഭിച്ചത് കൂട്ടമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ ആമീൻ പറഞ്ഞു. മജീദിന് വേണ്ടി ഞാൻ ദുആയിരുന്നു, ഞങ്ങളൊക്കെ ആമീൻ പറഞ്ഞു. അതേപോലെ ലത്തീഫ് സുല്ലമി സംസാരിച്ചു, അദ്ദേഹം പ്രാർത്ഥിച്ചു, നമ്മളൊക്കെ ആമീൻ പറഞ്ഞു. മൂസ സലാഹി തൻ്റെ പ്രസംഗത്തിൽ പ്രാർത്ഥിച്ചു, ആദ്യവും അവസാനം പ്രാർത്ഥിച്ചു, നമ്മളെല്ലാവരും ആമീൻ പറഞ്ഞു. അപ്പം പിന്നെ കൂട്ടുപ്രാർത്ഥന പാടില്ല എന്ന് ഏതായാലും മുജാഹിദ് പ്രസ്ഥാനത്തിന് വാദമില്ല, അത് വ്യക്തമാണ്. അതിങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ കൂട്ടമായി പ്രാർത്ഥിക്കുന്നു, കൂട്ടമായി ആമീൻ പറയുന്നു. പിന്നെ എവിടെയാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്? നമസ്കാര ശേഷം നമ്മുടെ നാടുകളിൽ കാണുന്ന പ്രത്യേകമായ രൂപത്തിലുള്ള കൂട്ടുപ്രാർത്ഥന, അതിനെയാണ് മുജാഹിദ് പ്രസ്ഥാനം വിമർശിച്ചിട്ടുള്ളത്. അത് എന്നും വിമർശിച്ചിട്ടുണ്ട്, ഇപ്പോഴും വിമർശിക്കുന്നു, ഇൻഷാ അല്ലാഹ് ഇനിയും അത് വിമർശിക്കുകയും ചെയ്യും. ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള ഒരു പ്രത്യേകമായ കൂട്ടുപ്രാർത്ഥന, ഇമാമിങ്ങൾ പ്രാർത്ഥിക്കുന്നു, മഅ്മൂമീങ്ങൾ ആമീൻ പറയുന്നു. ഈ രീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃകയിൽ നമുക്ക് യാതൊരു തെളിവും ഇല്ലാത്തതാണ്. അല്ലാത്തതിന് തെളിവുണ്ട്. നബിതങ്ങൾ മിമ്പർ വെച്ച് ദുആ ചെയ്ത തെളിവുണ്ട്. നബിതങ്ങൾ ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ ദുആ ചെയ്ത തെളിവുണ്ട്. നബിതങ്ങൾ അത്തരം പല സന്ദർഭങ്ങളിലായി പ്രാർത്ഥിച്ച് സ്വഹാബിമാർ ആമീൻ പറഞ്ഞ തെളിവുണ്ട്. എന്നാൽ നമസ്കാര ശേഷം നമ്മുടെ നാട്ടിൽ കാണുന്ന രൂപത്തിലുള്ള ഒരു പ്രത്യേകമായ കൂട്ടുപ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏകദേശം 10 കൊല്ലത്തിലേറെ ഇമാമായി നമസ്കരിച്ചിട്ട് ആ വർഷങ്ങളിൽ ഒരിക്കൽ പോലും ഫർള് നമസ്കാരം കഴിഞ്ഞ് മഅ്മൂമിങ്ങൾക്കുള്ള തിരിഞ്ഞിരുന്ന് നബിതങ്ങൾ ദുആ ചെയ്തു, മഅ്മൂമിങ്ങൾ ആമീൻ പറഞ്ഞു എന്ന ഒരു രീതി നമുക്ക് കാണുക സാധ്യമല്ല. ഇനി ശേഷം അഹ്ലുസുന്നയുടെ നയം വിശദീകരിച്ച പണ്ഡിതന്മാർ, ആദ്യകാലക്കാരായ പണ്ഡിതന്മാർ ആരും തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ആ നിലക്കുള്ള മാതൃക പരിചയപ്പെടുത്തിയിട്ടുമില്ല. ഷാഫി മദ്ഹബുകാർ എന്ന് അവകാശപ്പെടുന്ന ആളുകൾക്ക് പോലും ഇമാം ഷാഫിയുടെ അധ്യാപനങ്ങളിലോ അതല്ലെങ്കിൽ തൊട്ട് ശേഷം വന്ന പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിലോ നമുക്ക് അത്തരമൊരു രീതി കാണാനും സാധ്യമല്ല. ഷാഫി മദ്ഹബിലെ ചില പണ്ഡിതന്മാർ പറ്റുമെന്ന് പറഞ്ഞവർ തന്നെയും അവർ പറഞ്ഞത് പിന്നിലുള്ള മഅ്മൂമിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞുവെന്നല്ലാതെ ഒരു പൊതുവായ ഒരു സ്ഥിരമായ സുന്നത്തായി അവരാരും അതിനെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് കൂട്ടുപ്രാർത്ഥന പാടില്ല എന്നല്ല, ഫർള് നമസ്കാര ശേഷമുള്ള നമ്മുടെ നാട്ടിൽ ഇന്ന് കാണപ്പെടുന്ന രൂപത്തിലുള്ള പ്രത്യേകമായ ഒരു ദുആ, ആ രീതിക്ക് തെളിവില്ല, സുന്നത്തിൽ അതിന് പിൻബലമില്ല, അതുകൊണ്ട് അത് ചെയ്തുകൂടാ എന്ന് പറയുന്നു എന്ന് മാത്രം. മാത്രമല്ല കൂട്ടുപ്രാർത്ഥന എന്ന പേര് തന്നെ യഥാർത്ഥത്തിൽ ഒരു ന്യായമല്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ പഴയ കാലത്തുണ്ടായിരുന്നു, നിങ്ങളെപ്പോലുള്ള പ്രായമുള്ള ആളുകൾക്ക് പറഞ്ഞു കേൾക്കാറുണ്ട്, കൂട്ടബാങ്ക്. ഞങ്ങൾക്ക് ചെറിയ കുട്ടികളായപ്പോൾ കണ്ടിരുന്നു, ഇപ്പോൾ കാണുന്നില്ല. കൂട്ടബാങ്ക് എന്താ? എല്ലാവരും കൂടി ബാങ്ക് കൊടുക്കല, എല്ലാവരും ബാങ്ക് വിളിക്കുക. ഒരാൾ ബാങ്ക് കൊടുത്ത അവസാനം എല്ലാവരും കൂടി പ്രാർത്ഥിക്കതല്ല, എല്ലാവരും ബാങ്ക് വിളിക്കാതെ കൂട്ടബാങ്ക്. അപ്പൊ കൂട്ടപ്രാർത്ഥനയോ കൂട്ടമായി പ്രാർത്ഥിക്കുക, എല്ലാവരും പ്രാർത്ഥിക്കുക, അതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ഇവിടെ ഒരാൾ പ്രാർത്ഥിക്കുന്നു, മറ്റുള്ള ആമീൻ പറയുന്നു, അതുകൊണ്ട് കൂട്ടുപ്രാർത്ഥന പേര് തന്നെ യഥാർത്ഥത്തിൽ വൈരുദ്ധ്യമാണ്. അതിനെ പിന്നെ ചില മുസ്ലിയാക്കന്മാർ ഒപ്പിച്ചു, ആമീനും പ്രാർത്ഥനയാണല്ലോ, അതുകൊണ്ട് ഇതും ദുആയി കൂട്ടാം, അതുകൊണ്ട് കൂട്ടുപ്രാർത്ഥന വാക്ക് പ്രയോഗിച്ച തെറ്റില്ല എന്ന് ചില മുസ്ലിയാക്കന്മാർ പറഞ്ഞു ഒപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. ആ നിലക്കാണെങ്കിൽ ഓക്കെ. ഏതായിരുന്നാലും അത്ര ഒരു മാതൃക പ്രവാചകനിൽ നമുക്ക് ലഭിച്ചിട്ടില്ല, അതുകൊണ്ട് അത് ചെയ്യാവതല്ല.